ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ സ്പെഷ്യൽ മീൻപുളിയാണ് ഉണ്ടാക്കുന്നത്. അതിനാവശ്യമായത് കൊച്ചുള്ളി, ഇഞ്ചി അരിഞ്ഞത് മിക്സിയിലിട്ട്, വെളുത്തുള്ളി, തക്കാളി, പച്ചമുളക്, കറിവേപ്പില, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, കാശ്മീരി മുളക് പൊടി, രണ്ടര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, അര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി. നമുക്കിന്ന് കിട്ടിയിരിക്കുന്നത് അയല മീനാണ്. ആദ്യം നമുക്ക് മീൻ പുളി വെക്കാം. മീൻ ചട്ടി അടുപ്പിലോട്ട് വെക്കാം. വെള്ളം നട്ടിട്ട് നനവ് വരട്ടെ. ചട്ടിയിലെ വെള്ളത്തിലെ നനവ് മാറി കിട്ടി. ഇനി നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ വെക്കാം. മതിയായി. ഇനി നമുക്ക് കുറച്ച് ഉലുവ ഇടാം. ഉലുവ മൂത്ത് വരുമ്പോൾ കരിവേപ്പില ഇടാം. ഇനി നന്നായി ഇളക്കി കൊടുക്കാം. ഇനി അടുത്തതായി ഇഞ്ചി, വെളുത്തുള്ളി, കൊച്ചുള്ളി പേസ്റ്റ് ഇടാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കഴിഞ്ഞു. ഇനി ഇത് മൂക്കുന്നത് വരെ ഇളക്കി കൊടുക്കാം. ചെറിയ ഉള്ളിയും ഇട്ട് ചെറിയുള്ളി ഇട്ടതുകൊണ്ട് എനിക്കിത് മൂക്കാൻ താമസിക്കുന്നു. എന്നാൽ കുറച്ച് ഉപ്പിടാം, അപ്പം പെട്ടെന്ന് മൂക്കും. ഇനി കുറച്ച് ഉപ്പിടാൻ ഉപ്പിടണം. കേട്ടാ, ഇനി കുറച്ച് ഉപ്പിടാം. എടാ, ഇത് ഇളക്കിയിട്ട് മൂക്കുന്നില്ലല്ലോ. ഇത് നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ ഇച്ചിരി കൂടെ വിളമ്പിച്ച് ഇളക്കണം. ഇങ്ങനെ എടുക്കടാ. തക്കാളി മുളക് ഇടാറായി. നന്നായി ഇളക്കി കൊടുക്കണം. ഇത് വിചാരിച്ച കണക്കുള്ള പണിയല്ല. ഇത് എപ്പോഴാണ് മൂക്കാന് ഇനി നമുക്ക് കളിക്കാൻ പറ്റുമല്ലോ. എന്തായാലും നമുക്ക് പണി കിട്ടി. ഇത് ചെയ്തിട്ട് പോവാം. ആദ്യത്തെ വീഡിയോ വെച്ചു ഇനി കുറച്ച് ചെയ്യണം. ഓക്കെ. കള്ളിക്ക് ദിവസം ഞാൻ കളഞ്ഞു. കുറച്ച് വെള്ളം കുടിച്ചിട്ട് വരാം. ഇനി മുളക് പൊടി ഇടാറായി. ഇനി നമുക്ക് ഇതിലേക്ക് മുളകുകളെല്ലാം ചേർക്കാം. അയ്യോ, ആരെ കഷ്ണമായി. അയ്യോ, വീഡിയോ എടുക്കുന്നത് നോക്കിയാണ്. ഇടുക്കിയായിരുന്നു നിങ്ങൾ സാധാരണ സംസാരം.
നല്ലതുപോലെ ഇളക്ക്. ഇത് കൊട്ടേഷൻ വിടുന്ന പോലെ എളുപ്പമൊന്നുമല്ല, വന്ന് ഇളക്കുന്ന. ഉമ്മയൊക്കെ ഇത് ഇങ്ങനെയാണ് എന്തോ ചെയ്യുന്നത്. ഇതൊക്കെ കഴിക്കുമ്പോൾ നമ്മൾ എളുപ്പം ഓർക്കാനുണ്ടല്ലോ. നമുക്ക് ഇതിലേക്ക് കുറച്ച് കുടംപുളി ചേർക്കാം. അങ്ങോട്ട് ഇളക്ക്. നിന്റെ കൊട്ടേഷൻ കുറച്ച് കൂടുന്നുണ്ട്. അങ്ങ് ഇളക്കണം. ഇത് വെള്ളം ഒഴിക്കാൻ നേരമായി. അങ്ങനെ പെട്ടെന്ന് ഇളക്ക്. ഇളക്കുന്ന കണ്ടുപിടി. പെട്ടെന്ന് ഇളക്ക്. കണ്ടുപിടിയാണ് ഞാൻ ഇളക്കുന്നത്. നമ്മുടെ കൂട്ടാൻ വയ്ക്കുന്ന കറിവഴി ആയടാ. പക്ഷേ ഇത് കൂട്ടാൻ മാത്രമേ ഒക്കെയുള്ളൂ. ഇത് മീൻപുളി ആയില്ല. ഉപ്പ് കുറച്ചും കൂടെ ചേർക്കണമെന്ന് തോന്നുന്നു. അത് നമുക്ക് മീനിട്ടതിന് ശേഷം ചെയ്യാം. ഉപ്പ് കുറച്ചും കൂടെ ഇടണമെന്ന് തോന്നുന്നു. എന്നാൽ നമുക്ക് മീനിട്ടതിന് ശേഷം ഉപ്പിടാം. എന്നാൽ ഇപ്പം ഇടാം. ഓക്കെ, ഇപ്പം കുറച്ചിടാം. നല്ലതുപോലെ അങ്ങോട്ട് ഇളക്കി കൊടുക്കാൻ പറ. നല്ലതുപോലെ അങ്ങോട്ട് ഇളക്കി. ഞാൻ ഇളക്കിക്കോളാം. കുറച്ച് വെള്ളം കൂടെ ചേർത്ത്. എടാ, ഇനി നമുക്ക് കുറച്ചുകൂടെ വെച്ച് വേവിക്കാം. നീ എന്തിനാ എന്നെ ഇടയെന്ന് വിളിച്ചത്? എന്നാൽ ഞാൻ ഇടിയിൽ വിളിക്കാം. തിളച്ചാണ് അടപ്പെടുത്ത് നോക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് മീൻ പറക്കി ഇടാം. ഇടടാ. പതുക്കെ പതുക്കെ പതുക്കെ. ഒന്ന് വേഗം കൊട്ടേഷൻ കഴിഞ്ഞാൽ അച്ചാറൊക്കെ ഇടും. പതുക്കെ ഇടുതോ തെറിക്കുന്നു. നീ എന്തിനാ കളിക്കുന്നാടാ ഉണ്ടാക്കി ഇട്. കഷ്ണങ്ങളെല്ലാം ഇട്ട് കഴിഞ്ഞ് ചെറുതായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് തീ കൂട്ടിയിട്ട് അടച്ചു വെക്കാം. തിളച്ചു തുടങ്ങി. എടാ, ഈ അയല മീനാണ് നിനക്കിഷ്ടം? അല്ല, എനിക്ക് ചൂരമീനാണ്. അതെന്താ ചൂരമീൻ നിനക്കിഷ്ടം? ചൂരമീൻ വലിയതാണ്. വെയിലായോണ്ട് എല്ലാവരും അടിയിലിരിക്കുകയായിരിക്കും. അതാണ്ട് വാലി കളറുള്ളൊരു മീൻ. നമ്മളെ മീനെ കാണാൻ പോയപ്പോൾ പൊരിക്കാനുള്ളത് കഴിച്ചിരുന്നത്. അത് നല്ല ടേസ്റ്റാ. ഇതിനിടയിൽ എവിടെയാണ് കഴുതേലിന്ന് ചെന്ന്? അത് ഇർഫാൻ കാക്ക ആയിരിക്കും. ഓ, അങ്ങനെ എങ്ങനെയെങ്കിലും കറി റെഡിയായി. ഇനി നമുക്ക് ചോറും ചൂടെ കഴിക്കാം. ആറിയിട്ട് ഇനി നമുക്ക് കളിക്കാൻ പോകാം.